ഈ ലാലേട്ടനുമായി ബന്ധപ്പെട്ട അങ്ങയുടെ സൗഹൃദവും ആ സ്പിരിച്വാലിറ്റിന് ലാലേട്ടനും അങ്ങും കൂടെ യാത്ര ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. ഋതംബര എന്ന വാക്കിന്റെ അർത്ഥം ഋതത്താൽ ഭരിക്കപ്പെടുന്നു എന്നാണ്. ലാലേട്ടൻ തുടക്കം മുതലേ നമ്മളോട് സ്നേഹത്തോടെ ഇടപെടുന്ന ആളാണ്. വ്യക്തിപരമായ സൗഹൃദമുണ്ട്. യോഗസൂത്രത്തിൽ ഋതംബര തത്രപ്രജ്ഞ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വാക്ക്. ലാലേട്ടനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വരാറുണ്ട്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ സാധനമാണ് ഞാനിപ്പോ പറയുന്നത്. ബ്രഹ്മാവിന്റെ 5 മുഖത്തിൽ ഒരു മുഖം മുന്നിൽ കിടക്കും, തല. ദേഷ്യത്തോടുകൂടെ ശിവന്റെ അവതാരം ഉണ്ടായി. അപ്പൊ ഈ കപാലം കയ്യിലൊട്ടിപ്പോയി. ആ കപാലം കാശിയിൽ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. നമസ്കാരം, ബോധി ദ എൻലൈൻമെന്റ് സ്പേസിലേക്ക് സ്വാഗതം. സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയത, അത് വലിയൊരു ചോദ്യമാണ്. അതിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാവും. അത്തരത്തിൽ ചില കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കുകയാണ്. കൂടെയുള്ളത് ഡോക്ടർ ആർ രാമാനന്ദാണ്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. തന്ത്രത്തിലും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലും ഒക്കെ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരാളാണ്. സ്വാഗതം. നമസ്കാരം. രാംജി, ഇതൊരു വാഗമണ്ണിലെ ഒരു വളരെ പവർഫുള്ളായ ഒരു സ്ഥലമാണ്. മാത്രമല്ല വളരെ മനോഹരവുമാണ്. ഇവിടെ ഒരു പ്രത്യേക ശാന്തതയുണ്ട്. ഒരു സ്പിരിച്വൽ ആത്മീയ ഭൂമി. ഋതംബര എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പം ഞാനിവിടെ വന്ന സമയത്ത് ഒരുപാട് പ്രതിഷ്ഠകൾ കണ്ടു. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പിരിച്വലി തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രാക്ടീസുകളുണ്ട്. യഥാർത്ഥത്തിൽ ലാലേട്ടനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വരാറുണ്ട്. ഒരു വളരെ മനോഹരമായ സ്ഥലമാണ്. യഥാർത്ഥത്തിൽ ഈ ഋതംബര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഋതംബരയിൽ എന്താണുള്ളത്? ഋതംബര എന്ന വാക്കിന്റെ അർത്ഥം ഋതത്താൽ ഭരിക്കപ്പെടുന്നു എന്നാണ്. ഋതം എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക താളം എന്നാണ് അർത്ഥം. അപ്പം പതഞ്ജലി യോഗസൂത്രത്തിൽ ഋതംബര തത്രപ്രജ്ഞ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വാക്ക്. ഋതത്താൽ ഭരിക്കപ്പെടുന്ന ഒരു ഭൂമി, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് താളാണ്. പ്രകൃതിയുമായി അല്ലെങ്കിൽ പ്രപഞ്ചവുമായി ഏതൊരു സമയത്താണോ ഒരു മനുഷ്യൻ താതാത്മ്യത്തിലാവുന്നത്, ആ സമയത്ത് സ്വാഭാവികമായും അയാളിൽ സംഭവിക്കുന്ന താളാണ്. നമ്മളെല്ലാവരും താളം കണ്ടെത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു താളം ഇവിടെ സംഭവിക്കട്ടെ എന്ന വലിയ സങ്കല്പത്തിലാണ് ഇതിന് ഋതംബര എന്ന് പേരിട്ടത്. ഇവിടെ ഋതംബര ഒരു കമ്മ്യൂണാണ്. ഋതംബര കുറെ പേര് ചേർന്ന് വാങ്ങിയ ഒരു സ്ഥലമാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് മേടിച്ചതോ അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുമായി സഹകരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന നമ്മളെ കുറെ ആളുകൾ, 160-100 ചില്ലാൻ ആളുകളുണ്ട് നമ്മുടെ കൂടെ. അവരെല്ലാവരും അവരുടെ നമ്മുടെ കൂടെ ചേരുന്ന സമയത്ത് നമുക്കും ഇവിടെ നമ്മുടെ കാര്യങ്ങൾ, പ്രപഞ്ചത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു സ്ഥലം കിട്ടി എന്നുള്ളതാണ് ഋതംബരയുടെ പ്രത്യേകത. ലാലേട്ടൻ തുടക്കം മുതലേ നമ്മളോട് സ്നേഹത്തോടെ ഇടപെടുന്ന ആളാണ്. വ്യക്തിപരമായ സൗഹൃദമുണ്ട്. പക്ഷെ എപ്പോഴും ഇവിടെ വരണം എന്ന് അദ്ദേഹം പറയും. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് അദ്ദേഹം വരുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവുന്ന സമയങ്ങളൊന്നും അല്ല. അല്ലെങ്കിൽ ഋതംബരയിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുക അങ്ങനെയൊന്നും അല്ല. നമുക്ക് സ്ഥിരമായി തെയ്യമുണ്ട്. ഇപ്പൊ ഇന്ന് തെയ്യാണ്, തെയ്യത്തിന്റെ സമയത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. തെയ്യമുണ്ട്, ശിവരാത്രി ആഘോഷങ്ങളുണ്ട്. ശിവരാത്രി പൊതുവെ പുറത്താണ് നടത്താറുള്ളത്. ഇത്തവണ മാത്രമാണ് നമ്മൾ ഋതംബര ചെയ്തിട്ടുള്ളത്. പിന്നെ കുട്ടികളെ ക്യാമ്പുകൾ നടക്കാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് സംസ്കൃതം, യോഗ, അല്ലെങ്കിൽ സൂക്തങ്ങൾ പഠിക്കുക, അങ്ങനെയൊക്കെയുള്ള നമ്മൾക്ക് എന്താണോ വിട്ടുപോയത് അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ സൗന്ദര്യലഹരി ഉപാസന എന്ന് പറയുന്ന ഒരു കാര്യം പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പ് ഉണ്ട്. അത് 3 ദിവസത്തെ ക്യാമ്പാണ്. അത് ഫ്രീ ക്ലാസ് ആണ്. ഫ്രീ ആണ്. ഭക്ഷണം, താമസം, പഠനം ഒക്കെ ഫ്രീ ആണ്. അത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 375 പേര് പഠിച്ചു. അപ്പൊ അവർക്ക് ഇവിടെ വരാം, ഏത് സമയത്തും വരാം. മുൻഗണനാ ക്രമത്തിൽ വിളിക്കും. 30 പേർക്കുള്ള സൗകര്യം ഉണ്ട്. 30 പേർക്ക് വരാം, ഇവിടെ വരാം, പഠിക്കാം, ഇവിടെ താമസിക്കാം, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇതാവാം, എന്നിട്ട് പോവാം. അത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. അതിപ്പോ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ ആ പ്രകാരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ 300 ചില്ലാൻ ആളായി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഋതംബരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി. പിന്നെ ക്ലാസ്സസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, ഫീസുള്ള ക്ലാസ്സസ് അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് പല ട്രെയിനിങ് പരിപാടികൾ, അതിനൊക്കെ നമ്മളൊരു വെന്യൂ ആയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും. നമ്മളോട് ആശയപരമായിട്ട് ഭിന്നിപ്പില്ലാത്ത ആളുകളൊക്കെ നമ്മള്, അപ്പൊ ആർക്ക് വേണമെങ്കിൽ ഋതംബരയിൽ ക്ലാസ്സസ് ഒക്കെ എടുക്കാം. അതിനുള്ള സൗകര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും ചേർന്നിരിക്കാൻ പറ്റുന്ന, സന്തോഷമായിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇത് തുടങ്ങിയ കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ എത്തിപ്പെടാനൊക്കെ. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ കാല് കുത്തിയ സമയത്ത് എനിക്ക് തോന്നി ഇത് നമ്മുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഡോക്ടർ ശ്രീനാഥ്കാരായിട്ടാണ് എന്റെ ചെയർമാൻ, ഞാൻ എന്റെ സെക്രട്ടറിയാണ്. അപ്പൊ അങ്ങനെ വന്ന ഭൂമി ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു, നമ്മളതിങ്ങനെ കാണുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് പുഴയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സഞ്ചരിക്കാവുന്ന വനങ്ങളോട് ചേർന്ന ഭാഗങ്ങളുണ്ട്. സ്പിരിച്വാലിറ്റിക്ക് നമുക്ക് ശാന്തമായിരുന്ന് ധ്യാനിക്കാനുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ്. പ്രകൃതി തന്ന് എന്നാണ് പറയാൻ പറ്റുള്ളൂ. അല്ല, അപ്പൊ അത് നമ്മള് എന്താ പറയാ, ഒരു ശക്തിയുടെ ഒരു അനുഗ്രഹം കൃത്യമായി കിട്ടിയ ഒരു സ്ഥലം എന്ന് പറയാം, അല്ലെ? അതെ, അങ്ങനെയാണ്.
അതൊരു ഭാഗ്യാണ്. നമുക്കൊരു പുഴ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അതുണ്ട്. പിന്നെ ഒരു ഒരു മലയുണ്ട്. അപ്പൊ നടക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നടത്താണ് എല്ലാവരും. അപ്പൊ വേറെ വർക്കൗട്ട് ഒന്നും വേണ്ട. അപ്പൊ ഒരു 5 ദിവസം അവിടെ താമസിച്ച ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നേരെയാവും. കാര്യം ഈ എക്സസൈസ് ഉള്ളതുകൊണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും മെഡിറ്റേഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ നമുക്കൊരു സാധനാ മുറി ഉണ്ട്. ഇവിടെ ഭൈരവന്റെ അടുത്ത് ഇരിക്കാം. അവിടെ താഴെ മുരുകന്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരിക്കാം. അങ്ങനെ ഇരിക്കാം. ഉള്ളിൽ താരയുടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരിക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ചല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപാസിച്ചുകൊണ്ടിരുന്ന ദേവതകൾക്ക് ഒരു സ്ഥാനം കൊടുക്കണമെന്ന് നമുക്കൊരു സ്ഥലം ഉണ്ടാകുമ്പോൾ തോന്നുമല്ലോ. അങ്ങനെ മാത്രമേ ഉള്ളൂ. അതായത് ഒരു പ്രതിഷ്ഠ ചെയ്ത് ഒരു ക്ഷേത്ര സങ്കല്പം പോലെ ആക്കണം എന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല. തീർച്ചയായിട്ടും. ഒരു ചെറിയ കാര്യം കൂടെ, അതായത് ഈ ലാലേട്ടനുമായി ബന്ധപ്പെട്ട അങ്ങയുടെ സൗഹൃദവും ആ സ്പിരിച്വാലിറ്റിന്ന് ലാലേട്ടനും അങ്ങും കൂടെ യാത്ര ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ കാശി യാത്ര, മൂകാംബിക യാത്ര, ഇതൊക്കെ വലിയ ഫേമസ് ആയ കാര്യങ്ങളാണ്. അപ്പം ആ ഒരു സ്പിരിച്വൽ, രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സ്പിരിച്വൽ ബന്ധത്തെ കുറിച്ച് ചെറിയ ഒന്ന് പറയാമോ, ചെറുതായിട്ട്? ലാലേട്ടനായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിന്റെ മാമൻ എനിക്ക് ഗുരുസ്ഥാനത്തുള്ള ആളാണ്, അദ്ദേഹത്തിനും ഗുരുസ്ഥാനത്തുള്ള ആളാണ്. ലാലേട്ടനെ പരിചയം ഉണ്ടാവുന്നതിന് മുമ്പ് എനിക്ക് മാമനെ പരിചയമുണ്ട്. അപ്പൊ ലാലേട്ടനെ പരിചയപ്പെട്ടപ്പോ അങ്കിളിനെ എന്നെ പരിചയം ഉണ്ട് എന്നുള്ളതായിരിക്കാം ഒരു പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇത്ര അടുത്തിരിക്കാൻ കാരണം. പിന്നെ ലാലേട്ടൻ തന്നെ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും വളരെ കുറച്ചേ സ്പിരിച്വാലിറ്റി ഒക്കെ സംസാരിക്കാറുള്ളൂ. ഞങ്ങൾ ലോകത്തെ പല കാര്യങ്ങളും സംസാരിക്കും. അപ്പൊ എന്തും പറയാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പൊ ലാലേട്ടൻ എന്ന് പറയുമ്പോ അദ്ദേഹവും ഞാനും തമ്മിലുള്ള പ്രായ വ്യത്യാസം തന്നെ ഒരുപാടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രായ വ്യത്യാസം അദ്ദേഹത്തിന്റെ കൂടെ അനുഭവപ്പെടില്ല. അപ്പൊ എന്ത് കാര്യവും സംസാരിക്കാവുന്ന, തുറന്ന് സംസാരിക്കാവുന്ന ഒരു ബന്ധം പ്രകൃതി ഈശ്വരി അനുഗ്രഹിച്ചു തന്നു. അല്ലെങ്കിൽ നമ്മൾ ആ കണ്ണോട്ടത്തിൽ പെട്ടു വരിക എന്ന് തന്നെ വലിയ കാര്യമാണ് അല്ലെ. അങ്ങനെയുള്ള ഒരു മഹാത്മാവിന് നമ്മളോടൊരു ഇഷ്ടം തോന്നുന്നു, നമുക്ക് തിരിച്ചും അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ അത് സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകമായിട്ട് ഒരു സ്പിരിച്വാലിറ്റി അല്ല, ഒരു കൊടുക്കൽ വാങ്ങലാണല്ലോ അത്. യാത്ര പോകുമ്പോൾ അവിടെ പോവാന്ന് പറയും. എനിക്കൊരു സ്ഥലത്ത് താല്പര്യമുണ്ട്. ഇപ്പൊ പ്രാർത്ഥന ഒരു സ്ഥലം ഇഷ്ടമുണ്ടെങ്കിൽ, വലിയ താല്പര്യമുള്ള സ്ഥലമാണെങ്കിൽ, ഞാനും പ്രാർത്ഥന തമ്മിൽ സൗഹൃദം ഉണ്ടെങ്കിൽ ഞാൻ പറയും പോകുമ്പോ പ്രാർത്ഥന കൂടെ വരും, നമുക്ക് പോവാം. അപ്പൊ നമ്മൾ രണ്ടുപേരും, നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ വലിയ രസമായിരിക്കും അത്. അങ്ങനെയാണ് ഞങ്ങളെ യാത്രകൾ. അല്ലാതെ ഞങ്ങളൊരു പ്രത്യേക സ്പിരിച്വൽ സ്പോട്ടിൽ പോകണമെന്നോ ഒരു ഇവിടെ പോകണമെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചു പോകുന്നതല്ല. മാത്രമല്ല, നിങ്ങൾ നമ്മളെ യാത്രകൾ പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ മനോഹരമായി തോന്നാറുണ്ട്. ഞങ്ങൾ ഇങ്ങനെ വളരെ കൂളായി രണ്ട് സുഹൃത്തുക്കൾ പോകുന്ന മാതിരി പോകുന്ന ഒരിതാണ്. അല്ലാതെ ഒരു പ്ലാൻ ചെയ്ത് ഇന്ന അമ്പലത്തിൽ പോകണം അങ്ങനെയൊന്നും വിചാരിച്ച് പോകുന്നത് സംഭവിക്കുന്നതാണ്. ഇന്ന സ്ഥലത്ത് പോയാലോ എന്ന് ചോദിക്കും. അപ്പൊ രണ്ടാൾക്കും ഒഴിവുണ്ടാവുക, അദ്ദേഹത്തിന് ഒഴിവുണ്ടാവലാണ് ഏറ്റവും പ്രധാനം. എനിക്കും എന്തെങ്കിലും ഇതുണ്ടാവും, അത് രണ്ടും ഒത്തുചേരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. രാംജി, പല ചോദ്യങ്ങൾ, ഒരുപാട് അഭിമുഖങ്ങളൊക്കെ അങ്ങ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല സംശയങ്ങളും ആളുകൾക്ക് ഉണ്ടാവും. അപ്പം ഈ നമ്മുടെ ദേവതാ സങ്കല്പങ്ങളെ പറ്റി ഇപ്പോൾ പലതരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളുണ്ട്. അതിൽ തന്നെ ശൈവമൊക്കെ ബന്ധപ്പെട്ട് പറയുമ്പോൾ കാലഭൈരവ സങ്കല്പം, കാശിയിൽ പോയി കഴിഞ്ഞാൽ കാലഭൈരവ സങ്കല്പമാണ്. അതെ, കാലഭൈരവ സങ്കല്പമാണ്, നമ്മൾ അതിന് മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് സംഹാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പലതരത്തിൽ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ കാലഭൈരവ സങ്കല്പം? അപ്പൊ നേരത്തെ പാർത്ഥന ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പം ആത്മീയത, സ്പിരിച്വാലിറ്റി വലിയൊരു ചോദ്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലാണ് ആദ്യം സ്പിരിച്വാലിറ്റി സത്യത്തിൽ വലിയൊരു ചോദ്യമല്ല, വലിയൊരു ഉത്തരാണ്. പല ചോദ്യങ്ങളെയും ഒരു ഉത്തരാണ്. അതിൽ ആദ്യത്തെ ചോദ്യം ഞാൻ ആരാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരാണ് ആത്മീയത. അപ്പൊ ഞാൻ ആരാണെന്ന് ചോദിക്കാത്ത ഒരു ജീവിയും ലോകത്തുണ്ടാവില്ല എന്നാ പറയുന്നത്. മനുഷ്യന് വളരെ ഇന്റൻസ് ആയിട്ട് ആ ചോദ്യം ചോദിക്കാനുള്ള ഒരു പ്രവണത ഉണ്ട്. ആ പ്രവണതയാണല്ലോ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി പല ചോദ്യങ്ങളെയും ഒരു ഉത്തരാണ്. ഏറ്റവും വലിയ ചോദ്യം ഞാൻ ആരാണെന്നുള്ള ചോദ്യമാണ്. അപ്പൊ ചോദ്യം കാലഭൈരവൻ എന്ന സങ്കല്പം എന്താണ് എന്നുള്ളതാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ കാലഭൈരവൻ ആരാണ് എന്നാണ് ചോദ്യം. ഭൈരവൻ എന്ന് പറഞ്ഞാൽ ഭരണം, രവണം, വമനം എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ അത് സൃഷ്ടിസ്ഥിതി സംഹാരം. സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന മൂർത്തിയാണ് ഭൈരവൻ എന്ന് നമ്മൾ പറയാം. ഭയം കൊണ്ട് ലോകത്തെ വിറപ്പിക്കുന്ന ആളാണ് ഭൈരവൻ. ഭയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കാലഭൈരവൻ ആരാണെന്നാണ് ചോദ്യം. കാലഭൈരവൻ ഭഗവാൻ ശിവന്റെ ഏറ്റവും ഉയർന്ന ഭാവമാണ്. അപ്പൊ ഭൈരവൻ ഒരു അവതാരം പോലെയാണ്. ശിവസങ്കല്പത്തിലൊരു അവതാരം പോലെയാണ് ഭൈരവ സങ്കല്പം വരിക. അപ്പൊ കാശിയുടെ പ്രൊട്ടക്ടർ ഗോഡാണ്. കാശി കൊത്തുവാൾ എന്നാണ് പറയാം. കൊത്തുവാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസാണ്. ആ സ്ഥലത്തിന്റെ പേര് കൊത്തുവാൾ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാലഭൈരവ ക്ഷേത്രത്തിൽ പോയാൽ അവിടെ കൊത്തുവാൾ എന്ന് കാണാം. അപ്പൊ അവിടെ കാശിയുടെ കൊത്തുവാളാണ് കാലഭൈരവൻ.
എന്ന് വെച്ചാൽ കാശിയുടെ പ്രൊട്ടക്ടറാണ്. സംരക്ഷകൻ. കാലഭൈരവന്റെ സംരക്ഷണത്തിലാണ് സമസ്ത കാശിയും നിലനിൽക്കുന്നത്. കാശി ഭൂമിയിലല്ല, ആകാശത്തിലാണ് യോഗികൾക്ക് എന്ന് പറയാം. അവിമുക്തം എന്നാണ് പറയാ. ഭൂമിയിൽ നിന്ന് വിട്ടതാണ്. സാധാരണ ആളുകൾ കാണുന്ന സ്ഥലത്തല്ല കാശി, എന്നൊരു ലെവലിൽ മേലെയാണെന്നാ പറയാ. അത് അങ്ങനെ യോഗികൾക്ക് അങ്ങനെയാണ് ആ കാഴ്ച ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വളരെ എന്താ പറയാ, വളരെ പ്രത്യേകതകളുള്ള ഒരു ആത്മീയമായ ഒരു സ്പോട്ടാണ്. ഭാരതത്തിന്റെ ഹൃദയം എന്നൊക്കെ പറയുന്ന ഇതാണ്. മാധവ്ജി പണ്ട് തന്ത്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് കാശി ഭാരതത്തിന്റെ ഹൃദയമാണ് എന്നും ആ ഹൃദയത്തിലേക്ക് എപ്രകാരമാണോ ശരീരത്തിലുള്ള രക്തം ഒഴുകി ഹൃദയത്തിലേക്ക് ചെല്ലുന്നത്, അവിടെ വെച്ച് അത് വീണ്ടും മറ്റു ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ ഭാരതീയരെല്ലാവരും ഭാരതത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ നിന്നായിക്കോട്ടെ, വടക്കൻ ഭാഗത്തു നിന്നായിക്കോട്ടെ, വടക്കിഴക്കൻ ഭാഗത്തു നിന്നായിക്കോട്ടെ ഒഴുകി കാശിയിലേക്ക് വരിക. എന്നിട്ട് കാശിയിൽ തീർത്ഥാടനം ചെയ്ത് ഗംഗയിൽ കുളിച്ച് തിരിച്ചു പോവുക. ഒരു പവിത്രീകരണം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് കാശി. അങ്ങനെയുള്ള കാശി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അത് ആരുടെ അധീനതയിലാണെന്ന് ചോദിച്ചാൽ കാലഭൈരവന്റെ അധീനതയിലാണ്. കഥ പുരാണത്തിൽ നിന്നുള്ള കഥയാണ്. കഥ എങ്ങനെയാണ് കാലഭൈരവന്റെ ഉൽപ്പത്തി ഉണ്ടായെന്നുള്ള പുരാണത്തിൽ നിന്നുള്ള കഥയാണ്. പുരാണത്തില് നമ്മൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. ഒരു അഗ്നിലിംഗം, വലിയൊരു അഗ്നിലിംഗം ഉയർന്നു വന്നതായിട്ട് കണ്ടു. അപ്പൊ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ഒരു എന്താ പറയാ, ഒരു തർക്കം ആരാ വലുതെന്നറിയാൻ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മനുഷ്യന്മാര് തമ്മിലുള്ള ഒരു ഇതാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി. തീർച്ചയായിട്ടും. അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഞാനൊരു അരയന്നത്തിന്റെ രൂപം പ്രാപിച്ച് മുകളിലേക്ക് പോവാ. വിഷ്ണു പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാനൊരു വരാഹത്തിന്റെ രൂപം പ്രാപിച്ച് താഴേക്ക് പോവാ. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആരാണ് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് നോക്കാം. ബ്രഹ്മാവ് മുകളിലേക്ക് സഞ്ചരിച്ചു, വിഷ്ണു താഴേക്കും. നാരായണഗുരു സദാശിവ ദർശനത്തില് അതിമനോഹരായിട്ട് ഈ ഭാഗം പാടുന്നുണ്ട്. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെയിന്നും അഗ്നിശൈലമേ, എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടുന്നു നമശിവായ നായക നമോ നമ. അടിക്ക് പന്നി പോയി, വരാഹായിട്ട് വിഷ്ണു പോയി. മുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെയിന്നും അഗ്നിശൈലമേ, എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടുന്നു നമശിവായ നായക നമോ നമ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കലും അറ്റം കാണാത്ത ഒന്നാണ് ശിവം. ഒരിക്കലും അറ്റം കാണാൻ പറ്റില്ല. അപ്പൊ ബ്രഹ്മാവ്, സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് ആ സമയത്ത് ചിന്തിച്ചു, ഇങ്ങനെ പോയാൽ പറ്റില്ല, വിഷ്ണുവിന്റെ മുമ്പിൽ വലിയ ആളാവണം. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ കള്ളസാക്ഷി ഉണ്ടാവുന്നത്. അതാണ് കൈതപ്പൂ. കൈതപ്പൂ വന്നുകൊണ്ടിരിക്കുക, ശിവന്റെ തിരുജടയിൽ നിന്ന് വീഴുക. അപ്പൊ ചോദിച്ചു, ഭഗവാന്റെ മുടിയിലേക്ക് ഇനി എത്ര കാലം പോകണം? ബ്രഹ്മാവിന്റെ ആയുസ്സിലും കൂടുതൽ കാലം യാത്ര ചെയ്യണം. ബ്രഹ്മാവിന് ആയുസ്സുണ്ട്, വിഷ്ണുവിന് ആയുസ്സുണ്ട്, മഹേശ്വരന് മാത്രമാണ് ആയുസ് ഇല്ലാത്തത്. അപ്പൊ ഇവർക്കൊക്കെ ആയുസ്സുണ്ട്. ഈ ആയുസ് കഴിഞ്ഞാൽ ഇവര് ഇല്ലാതെയായി പോകും. സമസ്ത പ്രളയം ഉണ്ടാവുന്ന സമയത്ത് ഇവരാരും ഇല്ല, പരമശിവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മാവിന്റെ ബ്രഹ്മകൽപ്പങ്ങൾ കഴിഞ്ഞു പോകണം മുകളിലേക്ക് സഞ്ചരിക്കാറ്, കാണാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കള്ളസാക്ഷി പറയണം, ഞാൻ കണ്ടു എന്ന് പറയണം. അങ്ങനെ കണ്ടു എന്ന് വന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് വർദ്ധിതമായ ദേഷ്യത്തോടുകൂടെ ശിവന്റെ അവതാരം ഉണ്ടായി. അതാണ് ഭൈരവ അവതാരം. ആ ഭൈരവാവതാരം ബ്രഹ്മാവിന്റെ 5 മുഖത്തിൽ ഒരു മുഖം നുള്ളിക്കളഞ്ഞു. ഒരു തല, പഞ്ചമുഖനായിരുന്നു, ഒരു തല നുള്ളിക്കളഞ്ഞു. ശിവന് മാത്രമേ ഇനിയിപ്പോ 5 മുഖമുള്ളൂ. നാമ ശിവായ, അതാണ് സദ്യോജാതൻ, വാമദേവൻ, അഘോരൻ, തത്പുരുഷൻ, ഈശാനൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുഖങ്ങൾ. ബ്രഹ്മാവിന് അങ്ങനെ 5 മുഖം ഉണ്ടായിരുന്നു. അതിലൊരു മുഖം, ഒരു തല നുള്ളിക്കളഞ്ഞു. നുള്ളിക്കളഞ്ഞത് ഈ വിരലുണ്ടാ. അതുകൊണ്ടാണ് ഈ വിരലിന് അനാമിക എന്ന് പറയും. ഈ വിരലിന് ഒരു പതിത്വമുണ്ട്. എന്താ പതിത്വം? നമ്മള് പവിത്രം ചെയ്യും, കർമ്മം ചെയ്യുമ്പോ ഇതിൽ പവിത്രം ഇടും. എന്തിനാ പവിത്രം ഇടുന്നേ? ഈ വിരൽ എന്താ മോശം? ഈ വിരല് ബ്രഹ്മഹത്യാപാപമുള്ള വിരല. ഈ വിരൽ കൊണ്ടാണ് കളഞ്ഞത്. അതുകൊണ്ട് വൈദികങ്ങളായിട്ടുള്ള കർമ്മങ്ങൾക്കൊക്കെ പവിത്രം ഇട്ടിട്ടാണ് ചെയ്യുക. കാരണം ബ്രഹ്മാവിന് വേദമായിട്ടും ചതുർമുഖനായതുകൊണ്ടൊക്കെ പല കണക്ഷൻസ് ഉണ്ട്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ സാധനമാണ് ഞാനിപ്പോ പറയുന്നത്. പക്ഷെ താന്ത്രികർക്ക് അനാമിക സർവദാ ശ്രേഷ്ഠം എന്നാ. അഭിനവ്ത മഹാചാര്യനൊക്കെ പറയുന്നത് അനാമിക ഏറ്റവും ശ്രേഷ്ഠാണ്, തർജനി വർജിക്കണം. മധ്യമ ഒക്കെ, അനാമികയാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് അനാമിക കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. അമൃതാങ്കുലിയാണ് ആ അനാമിക. ബാക്കി എല്ലാത്തിനും പേരുണ്ട്, ഇതിന് പേര് പോലും ഇല്ല. കാരണം തല നുള്ളിയ
അപ്പൊ ബ്രഹ്മകപാലം നുള്ളിക്കളഞ്ഞുകൊണ്ട് ഇതാണ് ബ്രഹ്മകപാലം. ഇത് ബ്രഹ്മാവിന്റെ തലയാ അത് ഇരിക്കുന്നത് കയ്യിലുള്ളത്. അത് ബ്രഹ്മാവിന്റെ തലയോട്ടിയാ. ആ തലയോട്ടിയാ മൂപ്പര് കയ്യിൽ പിടിച്ചിരിക്കും. അല്ല, അപ്പൊ ഈ മോതിരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? മോതിരവിരൽ കൂടി പറയല്ലേ? മോതിര വിരലാണ് ഇടുന്നത്, പവിത്ര മോതിരാണ് പ്രധാനമായിട്ട്. അപ്പൊ ഇവിടെ ഈ ബ്രഹ്മകപാലം കയ്യിൽ ഒട്ടിപ്പോയി. അപ്പൊ ബ്രഹ്മഹത്യാവാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ ആ ബ്രഹ്മകപാലുമായിട്ട് നടന്നു. ആ നടന്നപ്പോ അതിനെ നമ്മള് മഹാവ്രതം എന്നാ വിളിക്കുക. പാശുപതന്മാരൊക്കെ മഹാവ്രതം എന്നാ വിളിക്കുക. പാശുപതന്മാര്, ലാക്കുലന്മാര്, വൈമലന്മാര് എന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രത്തിൽ അതിമാർഗികൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവരൊക്കെ മഹാവ്രതികളാണ്. അവരൊക്കെ കയ്യില് കപാലവും കയ്യിൽ പിടിച്ച് നടക്കുന്ന ആൾക്കാർ. ഈ മഹാവ്രതം എന്ന് പറഞ്ഞാൽ കയ്യിൽ കപാലം കൊണ്ടിറക്കുക. അത് ബ്രഹ്മകപാലത്തിന്റെ സൂചനയാണ്. അപ്പൊ ഈ കപാലം കയ്യിലൊട്ടിപ്പോയി. ആ കപാലം കാശിയിൽ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മോചിതമായത്. ആ സ്ഥലമാണ് കപാലമോചൻ. അതാണ് ആ സ്ഥലമാണ് കപാലമോചൻ. അതിലാണ് അന്നപൂർണയുടെ ദീക്ഷയൊക്കെ, ഭക്ഷണമൊക്കെ കിട്ടുന്നത്. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണ വല്ലഭേ. അപ്പൊ എന്താ കിട്ടുന്നത്? ജ്ഞാനവും വൈരാഗ്യ. ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതി. അതിന്റെ ഭാഗമായിട്ടാണോ ഈ കപാലം എടുത്തിട്ട് പോകുന്നത്? അതെ, ആണല്ലേ. അതാണ് കാലഭൈരവ സങ്കല്പം. പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. അഷ്ടഭൈരവന്മാരുണ്ട്. കൂട്ടത്തിൽ കാലഭൈരവൻ വലിയ ഒരു ഇതാണ്. കാലഭൈരവൻ സർവ എന്താ പറയാ, ഭയങ്ങളെ ഇല്ലാതെയാക്കുന്ന മൂർത്തിയാണ്. അതേ സമയത്ത് എല്ലാ തരത്തിലുള്ള സമ്പത്തും ഐശ്വര്യം തരുന്ന ആളാണ്. കാലഭൈരവൻ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ടതാണ്. ഫുൾ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഇവിടെ ഋതംബറയിൽ തെയ്യം നടക്കുന്ന സമയത്താണ് നമ്മൾ വന്നത്. ഏറെ തിരക്കിനിടയിലും നമ്മളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിന്നതിന് ഒരുപാട് നന്ദി. നമസ്കാരം.